അങ്ങനെ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രാരംഭഘട്ട മത്സരങ്ങളൊക്കെ തുടങ്ങി. വമ്പന്മാരുടെ കളിയൊക്കെ 1-2 കളികൾ കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് എന്ത് തോന്നുന്നു മുന്നോട്ട്? ലോകകപ്പ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലായിട്ട് നടക്കുന്നതുകൊണ്ട് എല്ലാ മാച്ചും ഇരുന്ന് കണ്ടവർ എല്ലാ ദിവസവും എല്ലാ മാച്ചും കണ്ടവരൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള എല്ലാ മാച്ചുകളിലും ഒരു വലിയ ഒരു ഫുള്ളായിട്ടുള്ള അവലോകനത്തിനുള്ള ടൈമും ആയിട്ടില്ല. കാര്യം വെച്ചാൽ ഓരോ മാച്ചുകൾ കഴിഞ്ഞേ ഉള്ളൂ. ടീമുകളെ മൊത്തത്തിൽ വിലയിരുത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഫ്രാൻസ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിംഗ് പവറാണ് അവർ. ഹാരി കെയ്നും ബെല്ലിംഗാമും ഒക്കെ ഉള്ള ഇപ്പോഴും മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സയിൽ പോയിട്ട് അവിടെ ലോണിലും കളിക്കുക. അപ്പോഴേക്കും അവന് ഫോം ആയിട്ടുണ്ട് ബാഴ്സയ്ക്ക് വേണ്ടി അത്യാവശ്യമൊക്കെ സ്കോർ ചെയ്ത്. അപ്പോൾ അവരുടെ ഒരു അറ്റാക്കിംഗ് പവർ അവർ കാണിച്ചു. പക്ഷെ ഒരു മത്സരമൊക്കെ ആയുള്ളൂ. കൂടുതൽ സമയം ചില ടീമുകളൊക്കെ ഈ സ്പെയിനൊക്കെ സ്ലോ സ്റ്റാർട്ടേഴ്സാണ്. അപ്പം കേപ്പ് വെർദെ ആയിട്ട് അവർ സമയം കുടുങ്ങി. പിന്നെ ചെറിയ ടീമുമായിട്ട് കേപ്പ് വെർദെ അവർ നല്ല രീതിയിൽ പ്രതിരോധിച്ച് നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ച് അർപ്പിച്ച സമനിലയാണ് അവർ നേടിയത്. പക്ഷേ സ്പെയിൻ ചിലപ്പം അല്പം കൂടി മെച്ചപ്പെടാം. സാധാരണയായിട്ട് അവർ സ്ലോ പതിയെ തുടങ്ങുന്ന ഒരു ടീമാണ്. പക്ഷേ ഫ്രാൻസും അർജന്റീനയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അർജന്റീന ലോകകപ്പ് നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇറ്റലിയെയും ബ്രസീലിനെയും പോലെ ലോകകപ്പ് നിലനിർത്തി റെക്കോർഡിടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മെസ്സിയുണ്ട്. മെസ്സി തന്നെയാണ് മെസ്സി നല്ല ഫോമിലാണ്. പക്ഷെ കൂളായിട്ട് പക്ഷെ മെസ്സിക്ക് നേടാവുന്നതെല്ലാം പുള്ളി ഫുട്ബോളിൽ നേടിക്കഴിഞ്ഞു. പുള്ളി ഇത് വളരെ എൻജോയ് ചെയ്താണ് ഇപ്പം കളിക്കുന്നത്. അങ്ങനെ കൂളായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്ന മെസ്സി ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നുവെച്ചാൽ നാച്ചുറലി ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള മെസ്സി പിന്നെ സമ്മർദ്ദമൊന്നുമില്ലാതെ കൂടി പന്ത് തട്ടിക്കഴിഞ്ഞാൽ അത് എതിരാളിക്ക് പണിയാണ്. എന്നുവെച്ചാൽ അവർക്ക് മെസ്സിയെ പിടിക്കുക വളരെ പ്രയാസകരമായിരിക്കും. മെസ്സിയെ പിടിച്ച് കിട്ടുന്ന ടീം മുന്നോട്ട് പോകും. അർജന്റീനയെ തടയാൻ മെസ്സിയെ തടയണം എന്നുള്ളതാണ് അവസ്ഥ. മെസ്സി 39 വയസ്സിലും ഇപ്പോൾ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗൽ കഴിഞ്ഞ മത്സരത്തിൽ കളി ഭയങ്കര മോശം കളിയായിരുന്നു. കാരണം ഇതുപോലൊരു പെർഫോമൻസ് അല്ല പോർച്ചുഗലിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ച ഇതുപോലൊരു പെർഫോമൻസ് അല്ല. ഈ ആഫ്രിക്കൻ ടീമുകൾ എതിരാളി അതിന് എളുപ്പം വിട്ടുകൊടുക്കുന്ന ടീമുകളല്ല. അവർ കടുത്ത പ്രതിരോധ തന്ത്രങ്ങൾ അതുപോലെ തന്നെ അറ്റാക്കിങ് കൗണ്ടർ അറ്റാക്കിങ് കൊണ്ട് ആഫ്രിക്കൻ ടീമുകൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും യൂറോപ്യന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ എല്ലാം വെള്ളം കുടിപ്പിക്കുന്ന ടീമാണ് ആഫ്രിക്കൻ ടീം. അവർ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ടീമില്ല. അതുകൊണ്ട് തന്നെ കോങ്കോയെ നമുക്ക് കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 42 വയസ്സെന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ വളരെ നിർണായകമാണ്. ഈ ഒരു ഏജിലും കളിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോയെക്കാട്ടി കൂടിയ പ്രായത്തിൽ കാമറൂണിന്റെ റോജർ മില്ല കളിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോയിൽ നിന്ന് ആരാധകർ അമിത പ്രതീക്ഷ വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ 41 വയസ്സായ ഉള്ളൊരു കളിക്കാരൻ പുള്ളിയിൽ നിന്ന് നമ്മളുടെ പ്രൈം ടൈമിലെ പെർഫോമൻസ് ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കഴിയില്ല. അത് ഒരു 2 വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ മെസ്സിക്ക്. മെസ്സി കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. പുള്ളി കൂടുതലും ബ്രെയിൻ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. അത് പക്ഷേ ക്രിസ്ത്യാനോ കൂടുതലും ഫിസിക്കൽ ഗെയിമാണ്. അദ്ദേഹത്തിൻ്റെ വേഗത, അദ്ദേഹത്തിൻ്റെ പവർ, അദ്ദേഹത്തിൻ്റെ ഹെഡിങ് പവർ, ഏരിയൽ ബോളുകളിലുള്ള ആധിപത്യം, അങ്ങനെ ഫിസിക്കൽ ഫുട്ബോളാണ് ക്രിസ്ത്യാനോ കൂടുതൽ കളിക്കുന്നത്. സ്വാഭാവികമായിട്ട് പ്രായം കൂടുന്തോറും ഹെഡിങ്ങിൻ്റെ പവർ പോവും, ഷൂട്ടിങ്ങിൻ്റെ ഷാർപ്പ്നെസ് പോവും. അതൊക്കെ ക്രിസ്ത്യാനോയെ ബാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോയുടെ ഫാസ്റ്റ് ഫീറ്റായിരുന്നു. എനിക്ക് ആ ഫാസ്റ്റ് ഫീറ്റ് കൊണ്ട് പുള്ളി വളരെ വേഗം ഡിഫൻസിനെ ചെതറിച്ച് കളയുമായിരുന്നു. ആ ഫാസ്റ്റ് ഫീറ്റൊക്കെ പോയി പുള്ളിക്ക് പഴയ പ്രസ്സിങ് ഗെയിമൊന്നും കളിക്കാനൊന്നും പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനോയെ ഫുൾ ടൈം കളിപ്പിക്കുന്നത് പോർച്ചുഗലിന് അത്ര ഗുണകരമായ കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളിയെ നമുക്കൊരു മാച്ച് വിനയം ചെയ്യുന്ന പെട്ടെന്ന് സർപ്രൈസായിട്ട് വന്ന് സബ്ഡ്യൂട്ടായിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു 10-30 മിനിറ്റ് കളിച്ച് ആ പിന്നെ പുള്ളിയുടെ ഊർജ്ജം നിലനിർത്തി എതിരാളിയെ പ്രശ്നത്തിലാക്കുന്ന ഒരു കളിക്കാരൻ ആ രീതിയിൽ പിന്നെ കോച്ചിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുള്ളി നല്ല വിങ്ങറാണ്. പുള്ളിയെ വിങ്ങിൽ യൂസ് ചെയ്യാം, പക്ഷെ പുള്ളി അതിന് സമ്മതിക്കത്തില്ല. പുള്ളിക്ക് ഗോൾ അടിക്കണം. കോച്ചിന്റെ ഒരു അപാകതയാണോ ഈ ഒരു സമനിലയ്ക്ക് കലാശ്? അങ്ങനെ കോച്ചാണ് തീരുമാനിക്കേണ്ടത് ക്രിസ്ത്യാനോയെ എങ്ങനെ വിനിയോഗിക്കണം. ക്രിസ്ത്യാനോ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടണം. ക്രിസ്ത്യാനോ ഞാൻ താങ്കളെ പരിചയസമ്പത്തി ഇങ്ങനെ യൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇയാളുടെ താരപ്പൊലിമ കൊണ്ട് ആ താരപ്പൊലിമയ്ക്ക് റോബർട്ടോ മാർട്ടിനസ് ആ രീതിയിലാണ് ക്രിസ്ത്യാനോ കാര്യങ്ങൾ പറഞ്ഞു പോയി. അല്ലാതെ പുള്ളിയുടെ ഈ സ്റ്റാർ വാല്യൂ ഈ താരപ്പൊലിമ കണ്ട്
കാര്യം വെച്ചാൽ പോർച്ചുഗലിന് വേറെ നല്ല സ്കോറർമാരുണ്ട്. ഗോൺസലോ റാമോസ് മോശം സ്കോറൊന്നുമല്ല. പുള്ളി കരക്കിരിക്കുക. അത് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടിയാണ് പുള്ളിയെ കരക്കിരിക്കുന്നത്. കോങ്കോയ്ക്കെതിരെ ഗോൺസലോ റാമോസിനെ ഫുൾ ടൈം കളിപ്പിച്ചെങ്കിൽ ചിലപ്പോൾ കളി ജയിച്ചേനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ടീമിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നമ്മൾ അതിനെ സറണ്ടർ ചെയ്യേണ്ട കാര്യം ഒരു കോച്ചിനില്ല. ഇപ്പൊ ഈ സമനില കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനോനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ കോച്ചിനെ മാറ്റണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയ ശക്തമായേക്കാണ്. ഒരു മാച്ച് കൊണ്ട് ഒരു ടീമിനെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ ലോകകപ്പിൽ ആലോചിച്ച് നോക്കി, ക്രിസ്ത്യാനോയും സഹതാരങ്ങളും തമ്മിൽ ഉള്ള ഈഗോ ക്ലാഷ് അതേപടി ഇപ്പോഴും നിലനിൽക്കുന്നു ആണ് എനിക്ക് ആദ്യത്തെ മാച്ച് കുറച്ച് കണ്ടിട്ട് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ മെസ്സിയും പിന്നെ അർജന്റീന ടീമും നല്ല ഇഴുകി ചേർന്നിട്ടുണ്ട്. അതുപോലെ ഒരു പിന്തുണ സഹതാരങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. അതും ഒരു കാര്യം. അതും പുള്ളി ചെയ്യേണ്ടത് ടീമിന് വേണ്ടി ഓടി അങ്ങേയറ്റം ഇങ്ങേറ്റം ഗ്രൗണ്ടിന്റെ മുക്കിലും മൂലയിൽ അതിനുള്ള സ്റ്റാമിന പുള്ളിക്കുണ്ട്. ഓടി കളിക്കുക, പ്രതിരോധിക്കേണ്ട അടുത്ത് പ്രതിരോധിക്കുക, പന്ത് തട്ടിയെടുക്കുക, ബോക്സിന്റെ അവിടെ കറങ്ങി നടന്ന് ഞാൻ ഗോൾ അടിക്കണം, പോർച്ചുഗൽ ജയിക്കണം എന്നുള്ളൊരു മനോഭാവം പുള്ളിക്ക് നല്ല. അത് ടീമിന് ഗുണം ചെയ്യില്ല. ഇത് തന്നെയാണ് അവിടെ നല്ല ഫ്രീ കിക്ക് എടുക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസ് നല്ല ഫ്രീ കിക്ക് എടുക്കും, നല്ല പെനാൽറ്റി എടുക്കും. അയാളുടെ പെനാൽറ്റി ആക്യുറസി ഒക്കെ ഇതാണ്, സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നല്ലതാണ്. മാഞ്ചസ്റ്ററിൽ കളിക്കുമ്പോഴായാലും നല്ല പ്ലെയർ ആയിരുന്നു. ക്രിസ്ത്യാനോ കട്ടയ്ക്ക് നിൽക്കുന്ന പ്ലെയർ. ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് ക്രിസ്ത്യാനോയ്ക്ക് മേലെയാണ്. പക്ഷെ എല്ലാ ഫ്രീ കിക്കും ക്രിസ്ത്യാനോയ്ക്ക് ചില പൊസിഷനിൽ പുള്ളിക്ക് മേൽക്കെ കാണും. അപ്പൊ എല്ലാ ഫ്രീ കിക്കും ക്രിസ്ത്യാനോ എടുക്കണം, എല്ലാ പെനാൽറ്റിയും ക്രിസ്ത്യാനോ എടുക്കണം. അത്തരത്തിലുള്ള ഇത് വരുമ്പം ഇതൊരു ഒന്നിലധികം സൂപ്പർ താരങ്ങളുള്ള ഒരു ടീമിന് വരുന്ന പ്രശ്നങ്ങളാണ്. ബെർണാർഡോ സിൽവ ഉണ്ട്, നല്ല നല്ല ടീമുണ്ട്. ഇത്ര മിഡ്ഫീൽഡ് ഇത്ര സ്ട്രോങ് ആയ ഒരു ടീമായിരുന്നു പോർച്ചുഗൽ. പക്ഷെ ഈ ഒരു മത്സരത്തിലൂടെ എക്സ്പോസ് ആയി എന്നാണ് പറയപ്പെടുന്നത്. ക്രിസ്ത്യാനോയും പിന്നെ സഹതാരങ്ങളും തമ്മിലുള്ള മാനസിക ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഫലമായിരിക്കും. അതൊരു പ്രശ്നമാണ്. ക്രിസ്ത്യാനോയ്ക്ക് ടീമിനെ ഒത്തൊരുമയോടെ നിർത്താനും ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാവരെയും നല്ല സൗഹൃദത്തോടെ കൊണ്ടുപോകാനും പറ്റുന്നില്ല. പുള്ളിയുടെ ഈഗോ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് കളത്തിൽ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടില്ലേ. അവർ തമ്മിൽ ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതവരെ ബ്രൂണോ ഫെർണാണ്ടസും അടക്കമുള്ളവർ പിന്നെ പോർച്ചുഗീസ് ടീമിലെ സൂപ്പർ താരങ്ങൾ നമ്മൾ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ലോകകപ്പ് എടുത്തു കൊടുക്കും, ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് പറയുന്നു. അത് കമന്റുകളിൽ. പക്ഷെ കളത്തിൽ വരുമ്പോൾ അത് കാണുന്നില്ല. അങ്ങനെ പോർച്ചുഗൽ ടീം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് അടുത്ത മാച്ചുകളൊക്കെ കഴിയുമ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ക്രിസ്ത്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത് വിഷയമാകും. അപ്പോൾ അത്തരത്തിൽ പോർച്ചുഗലിൻ്റെ സാധ്യതകൾ കുറയ്ക്കുന്നതാണ്. ക്രിസ്ത്യാനോ വരുമ്പം കൂടുതൽ പോർച്ചുഗലിൻ്റെ സാധ്യത കുറയുന്നു. ക്രിസ്ത്യാനോ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഗുണമുണ്ടാകും. അത് ക്രിസ്ത്യാനോ പണ്ട് വൻ പുലിയൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ ഫിസിക്കൽ ഗെയിം ആയതുകൊണ്ട് തന്നെ പ്രായം കൂടുന്നവരും അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് കുറയും. അത് ആ യാഥാർത്ഥ്യം ക്രിസ്ത്യാനിയെ മനസ്സിലാക്കണം. ടീമിന് വേണ്ടി എവിടെ കളിക്കാനും എന്ത് ചെയ്യാനും പുള്ളിയും തയ്യാറാവണം. അല്ലാതെ എനിക്ക് തന്നെ ഗോൾ അടിക്കണം, എൻ്റെ സ്കോർ ഷീറ്റിൽ എൻ്റെ പേര് വേണം, അതിലൂടെ പോർച്ചുഗൽ ജയിക്കണം എന്നുള്ള ഒരു വാശി ശരിയല്ല എന്നാണ് എനിക്ക്. ക്രിസ്ത്യാനോ അങ്ങനെ സെൽഫിഷായിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കൂടുതൽ സൂപ്പർ താരങ്ങൾ പുള്ളിക്കൊപ്പം നിൽക്കുന്ന താരങ്ങൾ ടീമിലേക്ക് വന്നപ്പോൾ പുള്ളി അത്തരത്തിലൊരു മനോഭാവം പുള്ളിക്കുണ്ട് എന്ന് ഞാൻ ചെറുതായി പോകുന്നു. ബ്രൂണോ ഹാട്രിക് അടിച്ച് ജയിച്ചാൽ ഞാൻ മോശക്കാരനായി പോവോ? അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് പുള്ളിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യരാണ്, സ്വാഭാവികമാണ്. അപ്പം ക്രിസ്ത്യാനോയുടെ അവിടെ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോയ്ക്ക് ഈ കോങ്കോയ്ക്കെതിരെ മാച്ചിന് വരുമ്പോൾ ക്രിസ്ത്യാനോയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. കാര്യം വെച്ചാൽ മെസ്സി ഹാട്രിക് അടിച്ചു കഴിഞ്ഞു, എംബാപ്പെ ഡബിൾ അടിച്ചു, പെർഫോം ചെയ്യണം. അപ്പം ഈ പെർഫോം ചെയ്യുക എന്നുള്ള ഒരു സമ്മർദ്ദം പുള്ളിക്ക് കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ട് പ്രഷർ കൂടുന്നവരും നാച്ചുറൽ ഗെയിം വരത്തില്ല. അതാണ് എൻ്റെ ഒരു ക്രിസ്ത്യാനോയ്ക്കുള്ള ഇപ്പോഴും നേടുന്ന ഒരു പ്രശ്നം. പിന്നെ മെസ്സി നേടിയതെല്ലാം നേടണം എന്നുള്ളത് ഒരു പുള്ളിയുടെ ഒരു ഈ ഈഗോ. മെസ്സി നേടിയതെല്ലാം നേടണം. കാരണം പിൽക്കാലത്ത് ഇവർ രണ്ടുപേരും താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുറവും വരാൻ പാടില്ല. ഇവർ രണ്ട് ഇതിഹാസങ്ങൾ. അപ്പം അങ്ങനെ ഒരു കുറവ് വന്നുകൂടെ. അങ്ങനെ പുള്ളിക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിലെ പുള്ളി നിർത്തിയെങ്കിൽ മര്യാദ എന്നാണ് ഞാൻ പറയുന്നത്. 22 മെസ്സി നേടി. ഇനി എനിക്ക് ഇത് എൻ്റെ പ്രായത്തിനും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ടും മത്സരിച്ചു, പലയിടത്തും മത്സരിച്ചു, മെസ്സി നേടി.
അവിടെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കരിയർ വിരമിച്ച് മര്യാദയ്ക്ക് പോകുമായിരുന്നു. എങ്കിൽ നല്ലൊരു വേറൊരു കളിക്കാരനെ വെച്ച് പോർച്ചുഗലിൽ കുറച്ചുകൂടി മികച്ചൊരു സെറ്റപ്പിലേക്ക് വിന്നിങ് ടീമിനെ കൊണ്ടുവരികയും ചെയ്യാൻ പറ്റുമായിരുന്നു. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഒരു മത്സരത്തിൽ പുള്ളി നന്നായിട്ട് കളിച്ചപ്പോഴേക്കും പുള്ളി മെസ്സിനേക്കാളും മേലെയുള്ള ഒരു താരമാക്കി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നരേറ്റീവ് ഇപ്പോൾ ഓടുന്നുണ്ട്. ഇപ്പം ഈ 14 ഗോളുകൾ എംബാപ്പയ്ക്കായി, ഒരു ഗോൾ ലോകകപ്പിൽ, ഒരു ഗോൾ കൂടി നേടിയ നമ്മുടെ റൊണാൾഡോ നസാറിയെ മറികടക്കും ബ്രസീലിൻ്റെ. പിന്നെ അവ ഈ ലോകകപ്പിൽ തന്നെ മെസ്സിയും പിന്നെ എംബാപ്പയും കൂടിയുള്ള ഒരു സ്കോറിങ് മത്സരമാണ്. ഈ ആര് ടോപ്പ് സ്കോററാകും, ഇപ്പം ക്ലോസയുടെ ഒപ്പമാണ് മെസ്സി നിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്രാൻസും അർജന്റീനയും എത്രത്തോളം മുന്നോട്ട് പോകുന്ന നിലയിലും ഈ സ്കോറിംഗ് റെക്കോർഡിന് വേണ്ടിയുള്ള മത്സരം ഉണ്ടാകും. പക്ഷേ മെസ്സിക്ക് മേലെ എംബാപ്പെ പിൽക്കാലത്ത് ചിലപ്പം അങ്ങനെയാവുന്നു. പക്ഷേ ഇപ്പോഴും മെസ്സി തന്നെയാണ് മേലെ. അതുകൊണ്ട് കാലങ്ങളായിട്ട് മെസ്സി പിന്നെ സൃഷ്ടിച്ചു വെച്ച ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും മെസ്സിക്ക് മേലെ ഒരു കാരണവശാലും എംബാപ്പെ വയ്ക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഇതിൽ വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പം ഒരു കളിക്കാരൻ പക്ഷെ ഒരു എംബാപ്പെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനോ സ്റ്റൈൽ പ്ലെയറാണ്. അപ്പം ക്രിസ്ത്യാനോ പോലെ തന്നെ ഫിസിക്കലി കളിക്കുന്ന ഒരു, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ഇത് സ്കോറിങ് പാഠമൊക്കെ നിലനിർത്തണമെന്നില്ല. പക്ഷെ ഗോളുകളുടെ എണ്ണം മാത്രമല്ല കളിക്കാരനെ മഹാജനാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മെസ്സി തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ക്രിസ്ത്യാനോയും മെസ്സിയും തമ്മിലുള്ള ഗോൾ ഡിബേറ്റ് കഴിഞ്ഞ ലോകകപ്പോട് കൂടി അവസാനിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഫൈനലിൽ തോറ്റുപോയല്ലോ 14-ല്. ആ ലോകകപ്പിലും വളരെ സുന്ദരമായിട്ടാണ് മെസ്സി കളിച്ചത്. ആ ലോകകപ്പിലും അർജന്റീനയും മെസ്സി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അത്തരത്തിൽ ലോകകപ്പിലൊരു മഹാവേദിയിൽ ടീമിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന ആളല്ലേ ഗ്രേറ്റ്. ആ വേദിയിൽ പരാജയപ്പെട്ടു പോകുന്ന ആളല്ലല്ലോ ഗോട്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗോട്ട് ഡിബേറ്റൊക്കെ അന്ന് അവസാനിച്ചു. പക്ഷേ ക്രിസ്ത്യാനോ മെസ്സി ഒപ്പത്തിൽ മത്സരിച്ച കാലമുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോകകപ്പോട് കൂടി അത് അവസാനിച്ചതാണ്. ഇനി എംബാപ്പെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മെസ്സിയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. സ്കോർ ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, ഡിറ്റർമിനേഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും മെസ്സി തന്നെയാണ് മേലിലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ബ്രസീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്മർ പരിക്ക് കാരണം ഇനി അടുത്ത മത്സരം കളിക്കുമെന്നുള്ള സംശയത്തിലാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചടി ഈ ബ്രസീലിന് എങ്ങനെ ഇനി നേരിടും ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിൽ? ബ്രസീലിൻ്റെ നെയ്മർ ഇവർക്കൊപ്പം നിൽക്കുന്നതാണ്. ഈ പിന്നെ എംബാപ്പയ്ക്കും ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കും ആ ഒരു നിരയിൽ വരുന്ന താരമാണ്. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിക്കിനെ ചുമന്ന് നടക്കുക. പുള്ളി ഫിസിക്കലി പുള്ളി എപ്പോഴും ഫിറ്റായിരിക്കുന്നില്ല. ഒരു നല്ല ഡിഫൻഡറൊക്കെ വന്ന് സുനികയൊക്കെ വന്ന് സുനികയുടെ പിന്നെ സുനിക ചെയ്ത ബോൾ ഭയങ്കരമായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനോ ഒരു ഡിഫൻഡർ എളുപ്പം പോയി മുട്ടത്തില്ല, തെറിച്ചു പോകും. പക്ഷെ നെയ്മറെ പോയി ചെറുതായിട്ടൊന്ന് മുട്ടിയാൽ പുള്ളി വീഴും, മുട്ട പോലെ പൊട്ടിപ്പോകും. പക്ഷെ നെയ്മർ പുള്ളി ഫിറ്റായിരുന്നാൽ ബ്രസീലിന് അത് ഗുണം ചെയ്യുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നെയ്മർ കായികക്ഷമത തെളിയിക്കുന്നില്ല. അതുകൊണ്ട് ടീമിൽ ആൻസലോട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോച്ചാണ്. യൂറോപ്യൻ ഫുട്ബോളിൽ ഒരുപാട് ടീമുകൾ വിഖ്യാത കോച്ചാണ്. പക്ഷെ പുള്ളി അങ്ങനെ നെയ്മറെ എടുത്തതിന് എനിക്ക് അതിശയം തോന്നി. പുള്ളി അത്രയും കടുംപിടുത്തക്കാരനായിട്ടുള്ള കാര്യം വെച്ചാൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള കോച്ചാണ് പുള്ളി. നെയ്മറെ പോലെ ഫിറ്റ് അല്ലാത്ത ഒരാളെ എടുത്തപ്പോൾ അത് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എടുത്ത പോലെ എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കുന്നുമില്ല, ഇനി കളിച്ച് ടച്ച് ആയി വരാൻ ബ്രസീലിന് നെയ്മറിനെ കൊണ്ട് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കും എംബാപ്പയ്ക്കും ഒക്കെ ഇടം പിടിക്കാൻ പ്രതിഭയുള്ള നെയ്മർ താരമാണ്, പ്രതിഭയുള്ള താരമാണ്. അത് പണ്ടേ നെയ്മർ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പുള്ളിയുടെ പരിക്കുകൾ പുള്ളിയെ വിടാതെ പിന്തുടരുന്നു, അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ ഈ ലോകകപ്പിൽ നമ്മൾ പേടിക്കേണ്ട ഒരു ടീം നോർവേയിലെ നോർവേ എർലിംഗ് ഹാലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവ സ്ട്രൈക്കറുടെ ഒരു സ്കോറിങ് കപ്പാസിറ്റിയാണ് അവരുടെ മെയിൻ. നോർവേയുടെ ഏറ്റവും ബലം അത് തന്നെയാണ്. കാര്യം വെച്ചാൽ മെസ്സിക്കും പിന്നെ പ്രൈം ടൈമിലെ ക്രിസ്ത്യാനോയ്ക്കും ഇപ്പോഴത്തെ ഈ എംബാപ്പയ്ക്കും തുല്യമായിട്ട് സ്കോർ ചെയ്യാൻ കഴിവുള്ള താരമാണ് ഹാലാൻഡ്. അപ്പോൾ ഹാലാൻഡിനെ സഹതാരങ്ങൾ എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്നനുസരിച്ച് അവരുടെ ഡിഫൻസൊക്കെ, നോർവേയുടെ ഡിഫൻസൊക്കെ എത്രത്തോളം ഹാലാൻഡ് സ്കോർ ചെയ്യും. പക്ഷെ ആ സ്കോറിനെ വിജയത്തിലെത്തിക്കണമെങ്കിൽ ഡിഫൻസ് അടക്കമുള്ളവർ യത്നിക്കും. അങ്ങനെ യത്നിച്ചു കഴിഞ്ഞാൽ നോർവേ അപകടകാരിയായ ടീമാണ്. അവർ
കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. ലോകകപ്പിലെ ചരിത്രം എടുത്താൽ നമുക്കറിയാമല്ലോ, ജർമ്മനിയെ നമുക്ക് ഒരിക്കലും എഴുതള്ളാൻ പറ്റില്ല. ഏറ്റവും അപകടകാരി ടീമാണ് അവർക്ക് കുഞ്ഞു ടീമാണല്ലോ കിട്ടിയത്. ക്രൊസാവോ എന്ന് പറഞ്ഞ കുഞ്ഞു ടീം. അവർ ആ കുഞ്ഞു ടീമിന് 7 ഗോൾ അടിച്ചു. പക്ഷേ ജർമ്മനി യഥാർത്ഥ വെല്ലുവിളികൾ ഇനിയാണ് നേരിടാൻ പോകുന്നത്. അത് ഒരു ചെറിയ ടീമല്ലേ, അവരെ അത്രയും ഗോളൊന്നും അടിച്ച് നാണം കെടുത്തിട്ട് എന്നാണ് മര്യാദയുള്ളവർ ചെയ്യേണ്ടത്. പക്ഷെ അവർ കിട്ടിയ ആവശ്യത്തിന് ആസ്വദിച്ചു. പക്ഷെ ജർമ്മനിയെ നമ്മൾ ഒരിക്കലും എഴുതള്ളാൻ പറ്റില്ല. ജർമ്മനിക്ക് ഇപ്പം മെസ്സിയായിട്ട് താരതമ്യം ചെയ്യണ ഒരു കളിക്കാരാണ് കൈ ഹാവർട്സ്. പ്ലേ മേക്കറായാലും സ്ട്രൈക്കറായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. പിന്നെ ന്യൂ ഇയർ ഗോൾ കീപ്പർ, ലെജൻഡറി ഗോൾ കീപ്പറാണ് മാനുവൽ ന്യൂയറുടെ. പുള്ളിയുടെ സാന്നിധ്യമുണ്ട്. അവർക്ക് എപ്പോഴും വേണോ മിന്നിത്തിളങ്ങാൻ പറ്റുന്ന താരങ്ങൾ ജർമ്മനി നിരയിലുണ്ട്. അതുകൊണ്ട് ജർമ്മനി പതിയെ അങ്ങോട്ട് കളിച്ച് വരുന്തോറും ശക്തമായിക്കൊണ്ടേയിരിക്കും. അത് ബ്രസീലും അർജന്റീനയും ഒക്കെ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജർമ്മനി നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. പിന്നെ വരുന്നതിൽ ബെൽജിയം ഉണ്ട്. അവരെ സുവർണ്ണ നിര ഒരു മങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെൽജിയത്തിന് പഴയ ഒരു ഇതില്ല. ഡിബ്രൂയിനെയൊക്കെ ഉണ്ടെങ്കിലും അവർ ടീമൊക്കെ പുതുക്കി പണിയേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. ഡിബ്രൂയിനെയൊക്കെ വിട്ടിട്ട് പുതുക്കി പണിയേണ്ട സമയം കഴിഞ്ഞു. നെതർലൻഡ്സിന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 3 തവണ ഒരു ഫൈനലിൽ തോറ്റുപോയാണ്. ഇത്തവണ പല വിദഗ്ധന്മാരും നെതർലൻഡ്സ് ലോകകപ്പ് ജയിക്കുമെന്നൊക്കെ പ്രവചിച്ചു. പക്ഷേ ഇത്തവണ നമ്മൾ പഴയ റോബിൻ മെസ്സിയെ പോലെ, ആരും റോബിനെ പോലെയോ നിസ്റ്റൽ റൂയെ പോലെയോ അത്ര ഭയങ്കര ഫേമസ് കളിക്കാരൊന്നും അവരുടെ നിരയിലില്ല. ഡിഫൻസിൽ വിർജിൽ വാൻഡേക്ക് കൊണ്ട് ജപ്പാനുമായിട്ടുള്ള മത്സരത്തിൽ വാൻഡേക്ക് ഗോൾ മേടിച്ചു. പിന്നെ മിഡ്ഫീൽഡിൽ ഡിജോങ് ഉണ്ട്, ഫ്രാങ്കി ഡിജോങ് ഉണ്ട്. പിന്നെ ജാനി വാൻഡേഴ്സ് ഉണ്ട്, പിന്നെ ഇവനുണ്ട്, മെമ്പിസ് ഡിഫായി ഫോർവേഡായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അത്യാവശ്യം നിലവാരമുള്ള കളിക്കാരാണ്. അതിന് ഈ ഭാഗ്യം കെട്ട ഒരു ടീം കൂടിയാണ് നെതർലൻഡ്സ്. ഇത്തവണ അത് മറികടന്നാൽ പലരും പറയുന്നത് പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നെങ്കിലും ഒരു ചാമ്പ്യൻ വരട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ പരമ്പരാഗത ശക്തികൾ തന്നെ സെമിയിലും ക്വാർട്ടറിലൊക്കെ കളിച്ച് അത്തരത്തിൽ തന്നെയായിരിക്കും പോകുന്നത്. ഇപ്പോഴും എൻ്റെ ഒരു ശ്രദ്ധിച്ച് മെസ്സിക്കൊപ്പം അതേ താളത്തിലേക്ക് മറ്റുള്ളവർ എത്തിക്കഴിഞ്ഞാൽ അർജന്റീനയെ പിടിക്കുക പാടാണ്.